Welcome to Smartfolio. Basic to Pro Level of Stock Marketന്റെ 11ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ 10 ചാപ്റ്ററിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതെല്ലാം നിങ്ങൾ പഠിച്ചത് തന്നെ വീണ്ടും റിവൈൻഡ് ചെയ്യണം, മറന്നു പോകരുത്. കാരണം അതെല്ലാം നമുക്ക് മുന്നോട്ടുള്ള സമയത്ത് നമുക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവൈൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, എക്സ്പെഷ്യലി ഇൻഡിക്കേറ്റേഴ്സ്, ക്യാൻഡിൽ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ചാർട്ടിൽ നിങ്ങൾ അത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ചാർട്ടായിട്ട് ഫെമിലിയർ ആവണം, മാക്സിമം ചാർട്ടായിട്ട് ഫെമിലിയർ ആവണം. കാരണം ഒരു ചാർട്ട് നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ, കാരണം ഇത് ഇന്ന പാറ്റേൺ ആണ്, കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇന്ന പാറ്റേൺ ഇവിടെ വന്നത് കൊണ്ടാണ് ഇവിടുന്ന് റിവേഴ്സിൽ വന്നത്, ഈ ഒരു പാറ്റേൺ വന്നത് കൊണ്ട് ഇവിടുന്ന് കണ്ടിന്യൂഷൻ ആയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയണം. അപ്പോൾ കഴിഞ്ഞ ജസ്റ്റ് നമ്മൾ 10ാമത്തെ എപ്പിസോഡിലും പഠിച്ചിരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 2 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ. MACD പഠിച്ചു, അതേപോലെ തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ, RSI എന്നാണ് പറയുന്നത്. ആ ഒരു RSI ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോട്ടും എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ട്രേഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൂടിയാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പഠിക്കണം, എല്ലാവരും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, എല്ലാവരും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ. The relative strength indicator is a momentum indicator used in a technical analysis that measures the magnitude of recent price changes to evaluate overbought or oversold conditions in the price of a stock or other asset. The RSI is displayed as an oscillator, a line graph that moves between two extremes and can have a reading from 0 to 100. RSI ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു 2 ലൈനുകൾക്കിടയിലാണ്. ആക്ച്വലി 2 ലൈൻ അല്ല, ശരിക്കും 2 ലൈൻ എന്ന് പറയുമ്പോൾ 0ന്റെ ഒരു ലൈനും 100ന്റെ ഒരു ലൈനുമാണ്. ഈ ഒരു 2 ലൈനിന്റെ ഇടയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ലൈൻസ് എന്ന് പറയുന്നത് 30യും അതേപോലെ തന്നെ 70യുടെയുമാണ് ഏറ്റവും കൂടുതൽ. അത് ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. Traditional interpretation and usage indicate that a security is becoming overbought or overvalued and may be reversal or corrective pullback in price. An RSI reading of 30 or below indicates an oversold or undervalued condition. The Relative Strength Index, RSI, is a popular momentum oscillator developed in 1978. The RSI provides technical traders with signals about bullish and bearish price momentum, and it often plotted beneath the graph of an asset price. An asset is usually considered overbought when the RSI is above 70%, 70 line, and oversold when it was below 30%. ഇതാണ് RSIയുടെ ആ ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, RSI ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ RSI ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്, ഇതൊരു ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പോഴത്തെ പ്രൈസിനെ പണ്ട് പ്രൈസ് എത്ര മൊമെന്റത്തിലാണോ മൂവ് ചെയ്തത് അതിന്റെ കമ്പാരിസണിൽ ഇപ്പോൾ എന്ത് മൊമെന്റം ഉണ്ട് എന്നാണ് RSI മെഷർ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് 0 to 100ന്റെ 0 to 100ന്റെ 2 ലൈനുകൾക്കിടയിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് ബിലോ 30, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതില് ഇമ്പോർട്ടന്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു 30യുടെ ലൈനും അതേപോലെ തന്നെ ഒരു 70യുടെ ലൈനുമാണ്. ഈ RSIയുടെ ലൈന് ബിലോ 30ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആണ്. എന്നാൽ അതൊരു ഓവർസോൾഡ് സിറ്റുവേഷനിലാണ്, ആ സ്റ്റോക്ക് പ്രൈസ് ഓവർസോൾഡ് സിറ്റുവേഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 30ന് താഴെ ലൈന് വന്നു കഴിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് റിവേഴ്സൽ, എപ്പോഴും ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ 70ക്ക് മുകളിലുള്ള 70 to 100 എന്നുള്ള ആ ഒരു ഏരിയ ആണ് ഓവർബോട്ട് ഏരിയ. നമ്മുടെ ഈ RSI ലൈന് ഓവർബോട്ട് ഏരിയയിൽ 70ക്ക് മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആണ് അത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് അത് എപ്പോഴും തിരിച്ച് താഴോട്ടുള്ള ഒരു റിവേഴ്സൽ, ട്രെൻഡ് റിവേഴ്സലുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഒരു 70ക്ക് ശേഷം 70ക്ക് മുകളിൽ ലൈൻ എത്തി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ട്രെൻഡി മാർക്കറ്റിൽ ഈ RSI ഇൻഡിക്കേറ്റർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് RSI ഇൻഡിക്കേറ്റർ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പാനലിൽ, അതായത് അപ്സ്റ്റോക്സിന്റെ ചാർട്ടിൽ ഒന്ന് പ്ലോട്ട് ചെയ്യാം. എങ്ങനെയാ പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതിന് ഞാനിവിടെ എൻ്റെ അപ്സ്റ്റോക്സിന്റെ പാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. 15 മിനിറ്റിന്റെ ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിൽ വന്നതിന് ശേഷം നമ്മൾ RSI എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് വന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന കൂടി നമുക്ക് ആ ഒരു ലൈൻ ഇവിടെ കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ താഴെ കൂടെ പോകുന്ന ഈ ഒരു ലൈനാണ്, ഇത് 30യുടെ ലൈന്, ഇത് 70യുടെ ലൈന്, പിന്നെ ഇതാണ് 100ന്റെ ലൈന് വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും താഴത്തേതാണ്, ഇതാണ് നമ്മളെ 0 ലൈന് വരുന്നത്. ഈ 70ക്ക് മുകളിൽ എപ്പോഴും മാർക്കറ്റ് എത്തുമ്പോഴൊക്കെ നമുക്ക് അവിടുന്ന് റിവേഴ്സിൽ കാണുന്നില്ല അല്ലെ? കാരണം നിങ്ങൾ നോക്കുക, 70ക്ക് മുകളിൽ എത്തുമ്പോൾ ഇത് ഹൈലി ബുള്ളിഷ് ആണ് വരുന്നത്. ഹൈലി ബുള്ളിഷ് ആണ് 70ക്ക് മുകളിൽ, ഈ ലൈന് 70ക്ക് മുകളിൽ വരും. പക്ഷെ അവിടുന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലൊരു റിവേഴ്സിലാണ് പിന്നെ കാണുന്നത്. കണ്ടില്ലേ? ഇതുവരെ ഏകദേശം ഇതുവരെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോയി നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു 30 ലൈനിന് താഴോട്ടേക്ക് വന്നു. മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഹൈലി ഒരു ബിയറിഷ് ആയിരുന്നു. ഇതൊരു ബിയറിഷ് ആണ് അല്ലെ? ഈ ഒരു ഹൈലി ബിയറിഷ് നമുക്ക് ഇവിടെ കാണാം. പക്ഷെ ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സിൽ കണ്ടില്ലേ, ഏകദേശം ഇത് നമ്മൾ 30ന്റെ ആ ഒരു ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് വരുന്നതോടുകൂടി പിന്നെ ഇവിടെ നിന്ന് ഒരു അപ്ട്രെൻഡ് ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു അപ്ട്രെൻഡ് ഇതുവരെ പോയി ഏകദേശം ഇതുവരേക്കും നമ്മൾ അപ്ട്രെൻഡ് വരുന്നുണ്ട്. എക്സിറ്റ് ചെയ്യാം. മീൻസ് അതിന്റെ ഒരു ഏകദേശം ഈ ഒരു ലൈന് 30ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങാണ്ട് 30 ലൈനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരു എൻട്രി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇനി ഒന്നും കൂടെ നമുക്ക് പിന്നിലോട്ട് പോയി നോക്കാം. ഇതിന് മുമ്പത്തെ എന്തെങ്കിലും ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഈ ഒരു സമയത്ത് 30ന് താഴോട്ട് വന്നു RSI ലൈന്. അതോട് ആ സെയിം സമയത്ത് തന്നെ മാർക്കറ്റ് നല്ല ബിയറിഷ് ആയിരുന്നു അല്ലെ? അതിനുശേഷം ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സിൽ വരുന്നത് കാണാം. ഈ ഒരു ലൈന്, ഈ RSI ലൈന് നമ്മൾ 30നെ ക്രോസ് ചെയ്ത് മുകളിലോട്ടേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഈ RSI പോയിട്ട് ഏകദേശം ഇതുവരെ വരുന്നുണ്ട്. കണ്ടോ? ഏകദേശം ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു ടോപ്പിൽ വെച്ച് നമുക്ക് അതൊരു എക്സിറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന RSI പിന്നെ തിരിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന ഒരു ഓവർ ബോട്ടം ഏരിയയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ഓവർ ബോട്ടം ഏരിയയിലോട്ട്, എന്നാൽ 70ന്റെ മുകളിലോട്ട് RSI ലൈന് കയറി. അതിനുശേഷം തിരിച്ച് 70 റിവേഴ്സിൽ വന്നു. അവിടുന്ന് 70ന്റെ ആ ഒരു ലൈന്, 70യുടെ ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വരുന്ന ആ ഒരു മൊമെന്റിൽ നമുക്ക് ഒരു സെൽ എൻട്രിയിലോട്ട് എൻട്രി ചെയ്യാം. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി വരിക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതുവരേക്കും ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം ഇവിടെ നമുക്കൊരു ഓവർബോട്ട് ഏരിയയിലോട്ട് RSI ലൈന് വന്നു. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഏകദേശം നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു. ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. അതിനുശേഷം ഇത് തിരിച്ച് താഴോട്ടേക്ക് 70ന്റെ ലൈന് താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ ഒരു കറക്റ്റ് ഈ ഒരു മൊമെന്റത്തിൽ നിന്നും അല്ലെ? എന്നിട്ട് അതിനുശേഷം ആ മാർക്കറ്റ് ഇറങ്ങി ഇതുവരെ മാർക്കറ്റ് ഇറങ്ങി വന്നു. അപ്പോ RSI ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും RSI ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കാവുന്നത്, ട്രെൻഡ് മനസ്സിലാക്കാവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തത് പോവാനുള്ളത് VWAP ആണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നുള്ള VWAP ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്, VWAP. The volume weighted average price VWAP is a technical analysis indicator used on intraday charts that resets at the start of every new trading session. It is a trading benchmark that represents the average price a security has traded at throughout the day based on both volume and price. VWAP is important because it provides traders with pricing insight into both the trend and value of a security.
The volume weighted average price appears as a single line on intraday charts. It looks similar to a moving average line but smoother. We represents a view of price action throughout a single day's trading session. Retail and professional traders may use the VWAP to help them determine intraday price trends. VWAP typically is most useful to short-term traders. VWAP വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് 5 മിനിറ്റ് ചാർട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു VWAP എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നോർമലി യൂസ് ചെയ്യുന്നത് ഇൻട്രാഡേ യൂസിങ്ങിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ നമ്മൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയും ആ സെയിം ഡേയിൽ തന്നെ നമ്മൾ വിൽക്കുകയും വേണം. ആ ഒരു കണ്ടീഷനിലുള്ള ട്രേഡിങ്ങിനാണ്. കാരണം എന്നാണോ നമ്മൾ ബൈ ചെയ്യുന്നത് അന്ന് തന്നെ ട്രേഡിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ സെല് ചെയ്യും വേണം. ആ ഒരു കണ്ടീഷനിലെ ട്രേഡിങ്ങിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ട്രേഡിങ്ങിലാണ് ഈ VWAP ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഡെയിലി ടൈം ഫ്രെയിമിന്റെ താഴോട്ടുള്ള ടൈം ഫ്രെയിമിൽ മാത്രമേ ഇത് വർക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ഡേക്ക് ശേഷം നമുക്ക് ഇത് ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിൽ ഇത് പ്ലോട്ട് ആവില്ല, വീക്കിലി ടൈം ഫ്രെയിമിൽ പ്ലോട്ട് ആവില്ല, മന്ത്ലി പ്ലോട്ട് ആവില്ല. ഡേ ഫ്രെയിമിൽ താഴോട്ടുള്ളത് വരുന്നുണ്ടല്ലോ, ഹവേഴ്സിൽ 4 hours, 1 hour, 30 minutes, 15 minutes, 5 minutes ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതിൽ തന്നെ 5 മിനിറ്റിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത്. VWAP ലൈന്, ഈ VWAP എന്ന നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ കാണാൻ പറ്റും. ഇതാണ് VWAPന്റെ ലൈന്. ഈ ഒരു ലൈനിന്റെ മുകളിലാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതേപോലെ തന്നെ VWAP ലൈനിന്റെ താഴെയാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പ്രൈസ് VWAP ലൈനിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു VWAP ലൈന് സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ പ്രൈസ് VWAPന് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ VWAP ലൈൻ ഒരു റെസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം? VWAPനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് ഈ VWAP ലൈനിന്റെ താഴെയാണ് പ്രൈസ്. എന്നിട്ട് VWAP ലൈനിനെ ക്രോസ് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി VWAPന്റെ ലൈനിൽ ഈ പ്രൈസ് ഒരു സപ്പോർട്ട് എടുക്കും. ഈ ഒരു VWAPന്റെ ലൈനിൽ ഒരു പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ചു കയറുമ്പോഴാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു സെൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ VWAPന്റെ മുകളിലാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ VWAPനെ ക്രോസ് ചെയ്തിങ്ങാണ്ട് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ആ ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു പോയിന്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ ഒരു സെൽ എൻട്രിയിൽ എൻട്രി ചെയ്യുന്നത്. കാരണം പിന്നീട് ഈ VWAP ലൈനിന്റെ താഴെ പ്രൈസ് വരുമ്പോൾ VWAP ലൈന് ഒരു റെസിസ്റ്റന്റ് ആയിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ VWAPന്റെ ലൈന് നമ്മൾ ഒരു പ്രൈസിന് ഒരു സപ്പോർട്ട് ആയിട്ടും റെസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി VWAP നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മൾ അപ്സ്റ്റോക്സിന്റെ ചാർട്ടിൽ വന്നു. ഓക്കെ, ഇനി ഞാൻ ഈ പഴയ RSI ഒന്ന് ഡിലേറ്റ് ചെയ്യാം, മാറ്റിയിട്ട് ഇനി നമ്മളെ ഇൻഡിക്കേറ്ററിൽ വന്നു. ഇൻഡിക്കേറ്ററിൽ നമ്മൾ VWAP ആണ് അടിച്ചു കൊടുക്കേണ്ടത്. VWAP ഇവിടെ വന്നു, VWAP ഞാൻ പ്ലോട്ട് ചെയ്തു. പക്ഷെ ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്, അത് ഞാൻ 5 മിനിറ്റിലോട്ട് മാറ്റാണ് ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ബ്ലൂ ലൈനാണ് VWAPന്റെ ലൈന്. കാരണം ഈ ഒരു ഡോട്ടർ ലൈൻ ആണ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ. ഈ ഒരു ഡോട്ടർ ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഇന്നത്തെ ട്രേഡിംഗ്. ഇന്നത്തെ ട്രേഡിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് VWAPന്റെ താഴെയായിരുന്നു പ്രൈസ്. പിന്നെ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ VWAPന്റെ മുകളിലായി. എന്നിട്ട് പിന്നെ കുറച്ച് അപ്രന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എങ്കിലും പിന്നീട് അതിനെ താഴോട്ടേക്ക് വന്നു. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ സപ്പോർട്ട് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടേ, ഈ VWAP ഏകദേശം ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു സപ്പോർട്ട് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് അതിനെ ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി. കാരണം ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി നല്ലൊരു ഇത്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് ഇവിടെ എൻട്രി. VWAPനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. കാരണം ഈ ഒരു VWAP ലൈന് ക്രോസ് ചെയ്ത് ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിയില്ല, ക്രോസ് ചെയ്ത ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി വരുന്നത്. പിന്നീട് ഈ ഒരു എൻട്രി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡില്
ഇവിടെ റെസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ VWAP ലൈൻ ആക്ട് ചെയ്തു. കാരണം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വരെ പോയിട്ട് നേരെ വീണ്ടും തിരിച്ച് ഇവിടെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് റെസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം സെയിം തന്നെ നമുക്ക് ഇവിടെ സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്തു, ഇവിടെ റെസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് മുന്നിലോട്ടേക്ക് നോക്കാം. മുമ്പത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇത് വരുന്നത്. ഇത് ഇന്നലത്തെ ട്രേഡിംഗ് ഡേ ആണ്. കണ്ടോ, ഇവിടെയൊക്കെ VWAPന്റെ ലൈൻ എക്സാക്ട് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു. ഇവിടെ നിന്നും പിന്നെ ക്രോസ് നേരെ മുകളിലോട്ടേക്ക് പോയി, ഇവിടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു. ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു VWAP റെസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽക്ക് തന്നെ ഏകദേശം സപ്പോർട്ടായിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്ന് പോകാൻ ശ്രമിച്ചു, എങ്കിലും പോവാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഇത് വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ഇത് നേരെ താഴോട്ടാണ് പിന്നെ വന്നത്. പ്രൈസ് നേരെ VWAPനെ താഴോട്ടേക്കാണ് പിന്നെ വന്നിരിക്കുന്നത്. VWAP ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. VWAP നമുക്ക് എങ്ങനെയാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് തരുന്നത്, VWAP അതേപോലെ VWAP ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ഈ 2 ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് VWAP, അതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ. ഈ 2 ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്കൽ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒത്തിരി ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പം ഇത് വളരെ നന്നായിട്ട് ശരിക്കും പഠിക്കണം. അതേപോലെ തന്നെ ശരിക്കും ഇത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ചാർട്ടും ഇതിന്റെ റിലേഷനും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.